അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ദാണ്ട നമ്മുടെ ആഷ്മി വെളുപ്പിന് 4:30 ആയപ്പോഴത്തേക്കിനും ടൂറിന് പോകാനായിട്ട് റെഡി ആയിരിക്കണം കേട്ടോ. ചൂട് കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ്. വേണ്ടാന്ന് പറഞ്ഞ് നീ തന്നേത് കേട്ടോ. വെളുപ്പിന് ഉണ്ടായിരിക്കാം കുടിക്കാനൊരു മടി. തല കുളിച്ചിട്ടില്ല, മേലൊക്കെ കഴുകി യൂണിഫോമൊക്കെ ഇട്ട് വെളുപ്പിന് ഒറ്റ വിളിക്ക് തന്നെ എഴുന്നേറ്റോളും കേട്ടോ. ഞാൻ എന്തുവായാലും 12:30 എഴുന്നേറ്റു, 2:30 എഴുന്നേറ്റു. ഞാനൊരു 3:30 അലാറം വെച്ചത്. കാരണം 4:30 ആകുമ്പോഴത്തേന് സ്കൂളിൽ ചെല്ലണം. നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല സ്കൂളിലോട്ട് പോകാനായിട്ട്. അങ്ങനെ ദാണ്ടെ ആഷ്മി ഒറ്റ വിളിക്ക് തന്നെ ആഷ്മി എഴുന്നേറ്റു. പെട്ടെന്ന് തന്നെ റെഡിയായി. ഞാനൊരു കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കിനും പിന്നെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഇച്ചിരി കുടിച്ചിട്ട് ഇനി തന്നേതേ. അപ്പോൾ ഈ വെളുപ്പിന് എന്നൊക്കെ പറയുമ്പോൾ 4:30 എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം ഇരുട്ട് തന്നെ വലിയ സമയം. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ പന്നിയുള്ള ഏരിയ കേട്ടോ. ഇഷ്ടംപോലെ പന്നികളുടെ കൂമ്പാരമാണ് കേട്ടോ. അപ്പം നമുക്ക് 2 വീലറിലൊന്നും പോകാൻ പറ്റത്തില്ല, കാറും കൊണ്ടേ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ലച്ചും വരുന്നുണ്ട്. എനിക്കും ഒറ്റയ്ക്ക് പിന്നെ തിരിച്ചിങ്ങോട്ട് വരണ്ടേ. 4:30 ആകുമ്പം സ്കൂളിൽ ചെന്നാലും ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അവരെല്ലാം അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടത്തിയിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയും ഞങ്ങൾ സ്കൂളിലെത്തി കേട്ടോ. സ്കൂളിലെത്തിയപ്പോഴത്തേക്കിനും ഞാൻ ഇവിടെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആരും വന്നില്ല, ഞങ്ങൾ തന്നെ ആദ്യം വന്നേന്ന്. നോക്കിയപ്പോൾ ഉണ്ടേ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവർ ടൂറിന് പോകുന്ന വണ്ടി അങ്ങോട്ട് പോയിട്ടോ. മലനട അമ്പലത്തിലോ മറ്റോ തൊഴാൻ പോയതാട്ടോ. അപ്പം ഞങ്ങൾ വന്നപ്പം ആരെയും കാണാത്തോണ്ട് ഞാൻ വെച്ചു ആരും വന്ന് കാണത്തില്ല, ഞങ്ങൾ മാത്രം. അയ്യോ ദൈവമേ, ഇരുട്ട് വന്നാലും ഇത് എന്തോ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണമെന്ന് നോക്കിയപ്പോൾ ആടിച്ചോടത്ത് നോക്കിയപ്പോൾ ഉണ്ടായി. ലാസ്റ്റ് വന്നത് ഞങ്ങൾ. ബാക്കി എല്ലാവരും എത്തി പേരൊക്കെ വിളിച്ച് സെറ്റ് ചെയ്ത് തീർത്തുമായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ഞാൻ 4:30 എപ്പോഴും വീട്ടിൽ നിന്ന് കേട്ടോ. 4:35 മുമ്പേ സ്കൂളിലെത്താൻ അത്രയും ദൂരമേ ഉള്ളൂ, തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ ഇതാണ്ടേ എല്ലാവരെയും ഒരു അരമണിക്കൂറോളം പിന്നെ ഇവർക്കുള്ള നിർദ്ദേശങ്ങളും പിന്നെ ഇവർ ഓരോ ഗ്രൂപ്പാക്കി തിരിക്കുമല്ലോ, ഇത്ര ടീച്ചേഴ്സിന് ഇത്ര കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ കുറേ സമയം എടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അരമണിക്കൂർ നേരത്തെ വരാൻ പറഞ്ഞത്. അങ്ങനെ ഒരു 5 മണി ആയപ്പോഴത്തേക്കിനും എല്ലാം സെറ്റാക്കി അവരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ്ട് വണ്ടിയെല്ലാം വന്നിട്ടുണ്ട്. 2 വണ്ടി ആൾക്കാരുണ്ട്. അപ്പം 6ഉം 7ഉം 8ഉം ക്ലാസ്സിലെ പിള്ളേർ മാത്രമാണ് പോകുന്നത് കേട്ടോ. കുറച്ച് 2 വണ്ടി പിള്ളേരേ ഉള്ളൂ. 3-4 ഘട്ടമായിട്ടാണ് ഇവർ പോകുന്നത് കേട്ടോ. അപ്പോൾ 5ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് കഴിഞ്ഞ ആഴ്ച കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ KG സെക്ഷനൊക്കെ എനിക്കൊന്ന് ലാസ്റ്റാണെന്ന്. പിന്നെ ലച്ചുവിന് 9, 10, 11, 12 ക്യാൻസൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി അറിയത്തില്ല അതിനെപ്പറ്റി. അടുത്ത മാസം കാണുമെന്നും പറയുന്നു, എന്തോന്നൊന്നും അറിയത്തില്ല. അങ്ങനെ താണ്ടെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ആടിപ്പാടി പോകാനായിട്ട് റെഡിയായി. ടാറ്റ ബൈ ബൈ ഒക്കെ തന്ന ഒരു 5:15 അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂവി ആർപ്പൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ഇതായണ്ട ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിള്ളേരെല്ലാം കൂടെ ആർപ്പ് വിളിയൊക്കെ ആയിട്ടായിരുന്നു പോകുന്നത്. രസമാണ്, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ രസമാണ്. തിരിച്ച് വരുമ്പോൾ വരുന്ന കോലം പിന്നെ കണ്ടോണം. പിന്നെ ഞാൻ വന്ന് കിടന്ന് കുറച്ച് നേരം 5:15 ഉള്ളൂ. ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ലച്ചുവിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ടൂറിന് പോകുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ക്ലാസ് ഇല്ലാത്ത കേട്ടോ. ബാക്കി എല്ലാ ക്ലാസ്സിനും ക്ലാസ്സുണ്ട്. അപ്പോൾ 6, 7, 8 പിള്ളേർക്ക് വരാത്ത പിള്ളേർക്ക് ഇന്ന് ക്ലാസ്സില്ല. ബാക്കിയുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ശിശുദിനമാണല്ലോ. അപ്പോൾ ശിശുദിനമായതുകൊണ്ട് തന്നെ ഇന്ന് കളർ ഡ്രസ്സാണ് കേട്ടോ. ഇപ്പോൾ പ്രോഗ്രാമും ഒക്കെ ഉണ്ട്, ഡാൻസും ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കളർ ഡ്രസ്സൊക്കെയാണ്. ഏതാണ്ട് കണ്ടോ, ലച്ചുവിന് ഒരു ഡ്രസ്സും എടുത്തിടാനില്ലാത്തതുപോലെ എൻ്റെ ഒരു പുതിയ ടോപ്പ് ഓണത്തിനെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്കൊരു കൊതി. ഇനി ഇരുന്നിരിപ്പിന് അമ്മയും കൊണ്ട് അത് ഷേപ്പ് ചെയ്യിപ്പിച്ച് ജീൻസിൻ്റെ കൂടെ ആ ടോപ്പ് ഇട്ടുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിന് വേണ്ടിയിട്ട് അവൾ അന്നേ നോട്ടം വിട്ട് വെച്ചിരിക്കും കേട്ടോ. ഞാൻ ഇടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഞാൻ ഇട്ടിട്ടുമില്ല, ഇന്നേരം ഇട്ടിട്ടില്ല. ഓണത്തിന് എനിക്കായിട്ട് മേടിച്ചു വെച്ചു. ഇപ്പോൾ അത് അവളെ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട്. അവൾക്ക് ഒപ്പത്തിന് ഷേപ്പൊക്കെ അടിച്ച് അതുകൊണ്ടപ്പോൾ കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ പിന്നെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കുമല്ലോ. യൂണിഫോം ഇട്ടുകൊണ്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല, ഒരു പൊട്ട് പോലും ഇടാൻ പറ്റത്തില്ല. പിന്നെ ആഷ്മിയും കൂടി ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല. പിന്നെ പെട്ടെന്ന് ലച്ചുവിന് ഞാൻ ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പം ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ട് ചോറ് കൊടുത്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. എനിക്കൊരു മൂടും തോന്നിയില്ല. അപ്പം ഇപ്പോൾ ആഷ്മി വരുന്നത് വരെ മനസ്സിനൊരു ഇതാണ്. അവർ ചോറ് തന്നെയാണ് കഴിച്ചത്. എല്ലാവരും ചോറ് തന്നെ കഴിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടോ. കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി കുടിക്കാൻ, ചോറ് കൊണ്ടവർക്ക് ചോറ് തിന്നാം. അങ്ങനെ ലച്ചു പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ. 2 പേരുടെ ആകുമ്പോഴല്ലേ അടിയും വഴക്കും മേളമൊക്കെ ആയിട്ട് സമയം അങ്ങ് പോകുന്നത്. ഇന്ന് എന്തായാലും നേരത്തെ തന്നെ സ്കൂളിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്കൂളിലോട്ട് പോവാണ്. അപ്പോൾ ആഷ്മി രാത്രി 11:30 വരത്തുള്ളെന്നാണ് പറഞ്ഞത്. എന്തുവെന്നൊന്നും അറിയത്തില്ല. അന്നേരം മുതലേ അവരങ്ങോട്ട് തിരിഞ്ഞിടം മുതലേ ഇഷ്ടംപോലെ വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഗ്രൂപ്പിൽ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് സമയം എൻ്റെ അങ്ങ് പോയി. ഈ പിള്ളേരോട് ടൂറിന് പോകുമ്പോൾ ഉണ്ടല്ലോ, പിള്ളേർക്ക് സന്തോഷമാണ്, പക്ഷേ എനിക്ക് എന്തോ ഒരു വിഷമം മാതിരിയാണ്. പിന്നെ മെസ്സേജൊക്കെ ഇട്ട് അവർ കറക്റ്റ് കാര്യങ്ങൾ അറിയിപ്പിക്കുന്നുണ്ട്. ഇന്നടത്തെത്തി, ഇന്നത് കഴിച്ചു, അതിൻ്റെ ഫോട്ടോയും വീഡിയോസും എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സമാധാനം. എന്തുവാടി ആശി അങ്ങനെ
ടൂർ കഴിഞ്ഞിട്ട്? അമ്മ ഒരു റൈഡിന് 150 അമ്മ നേരത്തെ ഇട്ട് വരുവായിരുന്നെങ്കിൽ 100 രൂപ കാണത്തുള്ളായിരുന്നു അമ്മ. എല്ലാ പിള്ളേർക്കും കൂടെ 100 കൊടുക്കുമ്പോ ഓഫർ കാണും. ബാലൻസ് കൊണ്ടുവന്ന് 10 രൂപ. ഞാൻ പിന്നെ അല്ല 20 രൂപ പിന്നെ കാണിക്കൂടി. എന്തുകൂടെ 20 രൂപയും കൂടെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? രാവിലെ പൊറോട്ട ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു, രാത്രി പൊറോട്ടയും ചിക്കൻ കറിയും. അങ്ങനെ നമ്മുടെ ആഷ്മി ടൂറൊക്കെ കഴിഞ്ഞ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ ഒരു 10:15 വന്നു. സ്കൂളിൽ വന്നിട്ടുണ്ട്. ഒരു 11:30-12 ആവുമെന്നായിരുന്നു അവർ പറഞ്ഞത്. എന്തായാലും ഭാഗ്യത്തിന് ഒരു 10:15 ആയപ്പോഴത്തേക്കിനും വന്നപ്പോൾ ഉള്ള കോലമാണ് ആ കണ്ടത്. രാവിലെ ഞാൻ ഒരുക്കി വിട്ടത് ഏത് രീതിയിലാണെന്ന് കണ്ടായിരുന്നല്ലോ. മുടിയൊക്കെ മേളിൽ വെച്ച് കെട്ടിക്കൊടുത്ത് നല്ല വൃത്തിയായിട്ട് പോയൊരു പെണ്ണാണ്. കണ്ടോ, കളിയാങ്കാട്ട് നീതിന്ന് അവിടെ കൂട്ടുകാരികൾ തന്നെ വിളിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ട അതുപോലെ തന്നെ ഉണ്ട്. ആ കോലം കണ്ടോ, എൻ്റെ ദൈവമേ, ഇതൊന്നുമല്ല രസം. ഞാനൊരു 10-700 രൂപ കൊടുത്ത് വിട്ടായിരുന്നല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് 4 മണിയായപ്പോൾ എനിക്ക് ടീച്ചറിൻ്റെ ഫോണിൽ തന്നെ വിളിക്കുന്നത്, അമ്മയെ ഒരു 500 രൂപ ഇങ്ങോട്ട് എടുത്തിട്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാടിയെന്ന് ചോദിച്ചാൽ പറയണേ, അതെനിക്ക് റൈഡിലൊക്കെ കയറണം, ഇവിടെ പാർക്കിൽ കയറി, അപ്പോൾ എനിക്ക് റൈഡിൽ കയറണമെന്ന്. ഇപ്പോൾ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഏതോ ഒരു കൂട്ടുകാരിയുടെയാണ് കേട്ടോ. കൂട്ടുകാരി ബാഗിനകത്ത് അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇവക്ക് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പം റൈഡിൽ കയറണം. അപ്പോൾ ഞാൻ ചോദിച്ചു നിൻ്റെ കയ്യിൽ നിന്ന് പൈസ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പൈസ എല്ലാം ചിലവായിപ്പോയി, ചിലവാക്കി എന്തൊക്കെയോ മേടിച്ചെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. അപ്പം പറഞ്ഞ് ടീച്ചറിൻ്റെ ഫോണിലുണ്ട് എല്ലാവരും റൈഡിൽ കയറി, പിള്ളേരെല്ലാം കയറി, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുന്നതെന്നും പറഞ്ഞ് ഒരു 500 രൂപ ഇട്ട് കൊടുക്കും. ഒരു റൈഡിൽ കയറുന്നതിന് 100 രൂപയെന്നും പറഞ്ഞാണ് എന്നോട്. പിന്നെ പോട്ടെ കഷ്ടമില്ലെന്ന് പറഞ്ഞ് പിന്നെ ഒരു 200 കഴിഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, 200 രൂപ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ടോട്ടൽ ഒരു 10,000 രൂപയോളം കൊണ്ടുവന്ന് പൊടിച്ചിട്ടുണ്ട് ഇന്ന്. എന്നിട്ട് എന്തെങ്കിലും ആ പൈസ ഇത്രയും കൊണ്ടുവന്ന്, ഞാൻ കൊടുത്തു വിട്ട പൈസ ഇത്രയും കൊണ്ടുവന്ന് മേടിച്ച ചോക്ലേറ്റുകളാണ് കേട്ടോ. ഈ പെണ്ണിന് എന്തോ തന്നെ ഞാൻ പ്രത്യേകം ഞാൻ പറഞ്ഞാൽ വിട്ടത്, മോളെ പൈസ ഒന്നും വെറുതെ കളയില്ല. ഞാൻ വിശ്വസിക്കുകയും ചെയ്തു കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ പൈസയും കൊണ്ട് ടൂറിന് പോകുന്നത്. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊന്നും അങ്ങനെ പൈസയൊന്നും കൊടുത്തു വിടാൻ, അങ്ങനെ സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പം ലുലു മാളിലൊക്കെയായിരുന്നു പോയത്. അങ്ങനെ പൈസയുടെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ പ്രാവശ്യമാണ് ഞാൻ പൈസ കൊടുത്ത് വിട്ടിട്ടുള്ളത് ഇങ്ങനെ സ്കൂളിൽ നിന്ന് ടൂറിന് മുമ്പ്. ആ സാധനങ്ങൾ കണ്ട് ആ പൈസയിൽ ബാക്കി 30 രൂപയായിരുന്നു മുമ്പല്ലേ വണ്ടിക്കകത്തിരുന്നപ്പോൾ കാണിച്ചത്. അപ്പോൾ റൈഡിൽ കയറുന്നതിന് 200 രൂപ കൊടുത്തപ്പോൾ ഇവർ ലേറ്റായിപ്പോയെന്ന് പറഞ്ഞ് ഒരു റൈഡിൽ കയറുന്നതിന് ഇവരുടെ കയ്യിൽ നിന്ന് 150 മേടിച്ച്. അത് ആദ്യം പറഞ്ഞാൽ ബാക്കി കുട്ടികളുടെ കൂടെ കയറിയിരുന്നെങ്കിൽ എനിക്ക് 100 രൂപയ്ക്ക് കയറായിരുന്നില്ല, അമ്മ പൈസ ഇട്ടാലും ലേറ്റാണ്ടല്ലേ എൻ്റെ 150 രൂപ എടുത്തേന്ന്. അതുകൊണ്ട് ഒരു റൈഡിലേ കയറിയുള്ളെന്ന്. പിന്നെ ലച്ചുവിന് കണ്ട ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ലച്ചുവിന് കണ്ട ഇതും തലയിലിടുന്ന തലയിൽ കുത്തുന്ന ക്ലിപ്പുമൊക്കെ എന്തായാലും ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ. ലച്ചുവിനെ ബർത്ത്ഡേക്ക് മേടിച്ചിട്ട് കൊടുത്ത് ബാക്കി മൊത്തം കൊടുത്ത് ചോക്ലേറ്റും മേടിച്ചിട്ട് കുഞ്ഞു മോള് വന്നിട്ടുണ്ട്. എന്തായാലും വളർത്താൻ കൊള്ളാം കൊച്ചിനെ. ഞാൻ പ്രത്യേകം പറഞ്ഞു പെണ്ണിനോട് വിട്ടത് പൈസയൊക്കെ കട്ടമാനം കളയാതെ ഇനി കൊണ്ടുവരണമെന്ന്. ഞാനിതോടെ നിർത്തി. കാശ്മീർ ഞാൻ പറഞ്ഞു നിർത്തിക്കോടെ ഇവിടെ. അടുത്ത പ്രാവശ്യം ടൂറിന് പോകാമെന്നെങ്കിൽ ടൂറിൻ്റെ കാശ് എത്രയാണെന്ന് വെച്ചാൽ തന്നു വിടും, പോവുക, തിരിച്ചതുപോലെ വീട്ടിൽ ഒരു ഇടയ്ക്ക് സാധനങ്ങൾ മേടിക്കാനെന്നും പറഞ്ഞ് പൈസ കൊണ്ടുപോകുക. സാധനങ്ങൾ മേടിക്കാനുണ്ടല്ല ഞാൻ കൊടുത്തത്, ജസ്റ്റ് ചുമ്മാതെ ഒരു ഇതിനായിട്ട് കയ്യിൽ ഇരുന്നോട്ടെന്ന് വെച്ച്. കഴിഞ്ഞ പ്രാവശ്യം പിള്ളേരൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീമോ മുട്ടയൊക്കെ മേടിച്ചപ്പം കൂട്ടുകാരികളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മേടിച്ച് കൊടുത്തിട്ട്. അന്ന് ഗൂഗിൾ പേ ചെയ്യാനൊന്നും ടീച്ചർമാർ പറഞ്ഞതുമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തില്ല ഈ പ്രാവശ്യം ഞാൻ ഇച്ചിരി പൈസ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടത്. കഴിഞ്ഞ പ്രാവശ്യം ലച്ചുവിന് ഞാൻ പൈസ കൊടുത്തിടുമ്പോൾ അവൾ എന്തെങ്കിലും ഒരു ഇച്ചിരി ചിലവാക്കിയിട്ട് ബാക്കി മൊത്തം പൈസയും കൊണ്ടുവരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ അതുപോലെ ആയിരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ആഷ്മി ഇവിടെ ലച്ചുവും അമ്മയൊക്കെ തലകുത്തി നിന്ന് ചിരിയായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ടിട്ടും എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയായിപ്പോയി. എന്തുമായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളതായിട്ട് ഇടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് മറ്റന്നാൾ കാണാം.